ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴയാണ്, നിൽക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മഴയൊന്ന് ചോർന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയിട്ട് മുറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം വരെ കാത്തു നിന്നാൽ വൈകുന്നേരം നല്ല മഴയായിരിക്കും. പിന്നെ മുറ്റം അടിച്ചു വരൽ അവിടെ തന്നെ ആയിപ്പോവും. മഴയത്ത് അടിച്ചു വരാൻ ഇപ്പം മഴ നോക്കിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മഴയൊന്ന് ചോർന്നപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ പരിസരത്തെല്ലാം പുല്ല് ഇപ്പോൾ പൊടിച്ച് വന്നിട്ടുണ്ട്. മഴക്കാലമായാലുള്ള പ്രശ്നമാണ്, ഫുള്ള് പുല്ലുകൊണ്ടുള്ള കളിയായിരിക്കും. അത് പറിച്ച് കളയാലാണ് നമ്മളെ മെയിൻ പരിപാടി. പിന്നെ വഴുക്കലും ഈ മിറ്റടിച്ചു വാരൽ കൂടി നടന്നിട്ടില്ലെങ്കിൽ വഴുക്കി അങ്ങ് വീഴലായിരിക്കും പരിപാടി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുമ്മായപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് നടക്കുന്ന സ്ഥലത്ത് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുക. മഴക്കാലത്ത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ രണ്ടെണ്ണമാണ്. ഒന്ന് ഡ്രസ്സ് അലക്കൽ, ഡ്രസ്സ് ആറിയിടാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ഈ അടിച്ചു വരൽ പരിപാടിയും രണ്ടും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ എവിടെയാണ് ഡ്രസ്സ് ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി പുരപ്പുറത്ത് മാത്രമേ ഇടാനുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് 2 ദിവസം മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെയാണ് അവസ്ഥ. എല്ലാവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നല്ലേ. മെഷീനിലൊക്കെ ഇട്ടിട്ട് ഡ്രൈ ആക്കിയാലും അതൊന്ന് ആറിക്കിട്ടാൻ പിന്നെയും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ മിറ്റടിച്ച് വരുന്ന സമയത്ത് തന്നെ കുറച്ചൊക്കെ പുല്ല് ഞാൻ നുള്ളി എടുക്കാറുണ്ട്. എല്ലാം നുള്ളി എടുക്കാൻ പറ്റില്ല, ചില ദിവസങ്ങളിൽ ഇതിന് നിൽക്കും. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിക്കും കൂടി നിന്നത്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ലോണം പുല്ല് പൊന്തിയിട്ട് കാട് പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മിറ്റടിച്ച് വരുമ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില ദിവസം മടിയായിരിക്കും, പെട്ടെന്ന് തന്നെ മഴ വരുന്നതിനെക്കാട്ടും മുട്ട് വേഗം ഓടിപ്പോയി പണിയും തീർത്ത് അകത്ത് കയറലാണ് പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ അലക്കി കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ സമയം നല്ലോണം പോകും. മഴ പെയ്യുന്നുണ്ട്, ഈ പുറത്തുള്ള പരിപാടി പെട്ടെന്ന് തീർക്കുകയും വേണം. അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരെയും എൻ്റെ അമ്മേൻ്റെ എല്ലാം ഡ്രസ്സ് നല്ല മഴയാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ മെഷീനിലിട്ടെടുക്കുക ചെയ്യുക. പിന്നെ കുഞ്ഞൻ്റെ ഡ്രസ്സ് മെഷീനിലിടാൻ പറ്റാത്തതുകൊണ്ട് അവളെ മാത്രം മഴയൊന്ന് ചോരുന്ന സമയത്ത് അലക്കിയെടുക്കുക ചെയ്യുക. പിന്നെ അവൾ രാവിലെ എഴുന്നേറ്റാലും പിന്നെ എന്നെ ഒന്നിനും സമ്മതിക്കൂല. അവളെ മൂടൊന്നും ശരിയില്ലായിരിക്കും. കരച്ചലും പിടിച്ചലും വാശിയും അങ്ങനത്തെ പരിപാടിയെല്ലാം ആയതുകൊണ്ട് അവൾ എഴുന്നേക്കും മുമ്പിട്ട് എൻ്റെ കുറച്ച് പരിപാടികൾ ഞാൻ അവിടെ ഒരുക്കി വെക്കും. പിന്നെ കുറേ സമയം അവളെ കൂടെ തന്നെയായിരിക്കും, താഴെ നിൽക്കില്ല കുട്ടി. ചെറിയ കുട്ടികളുടെ കാര്യം അതൊക്കെ അറിയായിരിക്കുമല്ലോ, എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള അവസ്ഥ. പിന്നെ കുറേ സമയമൊക്കെ അവളെ ഒന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിന്നെ ഞാൻ വേഗം പോയിട്ട് ചായ കുടിച്ചോട്ടെ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയും. ചിക്കൻ കറി രാവിലെ ആക്കിയോണ്ട് ഇന്ന് ചോറിന് വേറെ കറി ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞേരം ഞാൻ പിന്നെ ചോറിന് വെള്ളം വെച്ചു. ചോറ് അടുപ്പത്താണ് വെക്കുക എന്ന് എപ്പോഴും പറയാറുണ്ട്, ഗ്യാസമ്മൽ വെക്കാറില്ല. ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ടും ഞങ്ങളെപ്പോഴും അടുപ്പത്ത് തന്നെയാണ്, വിറകടുപ്പിൽ തന്നെയാണ് ചോറൊക്കെ, അധിക സാധനങ്ങളൊക്കെ വിറകടുപ്പിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് ഇന്ന് മീനൊന്നും വാങ്ങുന്നില്ല. കറിയാണെങ്കിൽ രാവിലെ ആയി. ഇനി ഇന്ന് എളുപ്പപ്പണിയെന്ന് വെച്ചാൽ ഒന്ന് വറവാക്കണം. നമ്മൾ ഉപ്പേരി എന്നൊന്നുമല്ല പറയുക, വറവ് എന്ന് പറയുക. ഞാൻ ചിലപ്പം നിങ്ങളൊന്നും ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ വറവ് അമ്മ പച്ചക്കായ് മുറിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാനതിൽ കുറച്ച് തേങ്ങ ചിരകി എടുത്തതാണ്. പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, ഇത് 3 കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കടുകിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച പച്ചക്കായി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പച്ചക്കായ് വറവ് അവിടെ ആകുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾ പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കോൺഫ്ലവർ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്
ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. കറണ്ട് പോകുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യസമയമാകുമ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. മഴ തുടങ്ങിയാൽ കറണ്ട് എന്ന് പറയുന്ന സാധനം കാറ്റടിക്കുമ്പോൾ പോകുന്നതാണ്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കറണ്ടില്ലാത്തതുകൊണ്ട് വെളിച്ചമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് പ്ലേറ്റ് മാത്രം വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.